അനുക്കുട്ടി എന്നാണ് ആരാധകർ സ്നേഹത്തോടെ അനുമോളെ വിളിക്കുന്നത്. അനുവിന്റെ പേരിൽ ഫാൻസ് ഗ്രൂപ്പുകളടക്കം സോഷ്യൽ മീഡിയയിലുണ്ട്. മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന ടെലിവിഷൻ അവാർഡും അനുമോൾക്ക് അടുത്തിടെ ലഭിച്ചിരുന്നു. സുരഭിയും സുഹാസിനിയും എന്ന സീരിയലിലെ പ്രകടനമാണ് അനുമോളെ അവാർഡിന് അർഹയാക്കിയത്. സുഹൃത്തും നടിയുമായ ആതിര മാധവിനൊപ്പമാണ് കൂടുതൽ സമയവും നമ്മൾ അനുമോളെ കാണാറുള്ളത്. എന്നാൽ അനുമോളുടെ മറ്റൊരു ഉറ്റ സുഹൃത്താണ് ഡയാന. സിനിമാ സീരിയൽ മേഖലകളിലെ സൗഹൃദങ്ങളൊക്കെ പലപ്പോഴും ചർച്ചയാകാറുണ്ട്. കാരണം ഈഗോ മാറ്റിവെച്ച് അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു കോമ്പറ്റീഷൻ ഒക്കെ മാറ്റിവെച്ച് താരങ്ങൾ അടുത്തിടപഴകുന്നതും ഒന്നിച്ച് യാത്രകൾ പോകുന്നതും ഒക്കെ പണ്ട് ഭയങ്കര വിരളമായിരുന്നു. പണ്ട് ഒരു സൗഹൃദ അന്തരീക്ഷം സത്യത്തിൽ കുറവായിരുന്നു എന്ന് വേണം പറയാൻ. എല്ലാവരും തിരക്കുകളിലേക്കും അവസരങ്ങളിലേക്കും ഒക്കെ ചേക്കേറാനുള്ള ഒരു ഇതിൽ ധൃതിയിലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു സീരിയലിൽ ഒന്നിച്ചഭിനയിക്കുന്നവർ തമ്മിൽ ഒരു വലിയ സൗഹൃദം ഉണ്ടാകുന്നു. ഒരു കുടുംബത്തെ പോലെയൊക്കെ ആകുന്നു. അവരൊന്നിച്ച് യാത്രകൾ പോകുന്നു, താമസിക്കുന്നു, ഒന്നിച്ച് ഭക്ഷണം കഴിക്കാനും സിനിമയ്ക്കുമൊക്കെ പോകുന്ന ഇതിന്റെ വീഡിയോകളും ചിത്രങ്ങളും ഒക്കെ കാണുമ്പോൾ നമ്മൾ തന്നെ പലപ്പോഴും അത്ഭുതപ്പെട്ട് പോകാറുണ്ട് അല്ലേ? കാരണം ഇങ്ങനെയുള്ള കുടുംബം പോലെയൊക്കെ അടിപൊളിയാണല്ലോ ഇവരെന്ന് നമുക്ക് തോന്നാറുണ്ട്. അത്തരത്തിൽ അനുമോൾക്ക് സ്വന്തം സഹോദരിമാരെയൊക്കെ പോലെ ഉള്ളവരാണ് ഡയാനയും ആതിര മാധവും. ഡയാന ഹമീദിനോടും ആതിര മാധവിനോടും ഒരു പ്രത്യേക അടുപ്പമുണ്ട്. അനുമോൾ ബിഗ് ബോസിലായിരുന്നപ്പോൾ അനുമോൾ ഏറ്റവും അധികം പിന്തുണച്ചതും ഇവർ തന്നെയാണ്. അനുമോളും അനീഷും തമ്മിലുള്ള ഒരു വിവാഹ വാർത്തയൊക്കെ എത്തിയപ്പോൾ അത് എന്തായാലും നടക്കില്ല എന്നും അനുമോളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എന്താണ് അനുമോളുടെ മനസ്സിൽ എന്ന് അറിഞ്ഞുകൊണ്ട് സംസാരിച്ച സുഹൃത്തുക്കളാണ്. ഒരിക്കലും അനുമോളെ കൂടെ നിന്ന് കുറ്റം പറയുകയോ അല്ലെങ്കിൽ അനുമോൾ ചെയ്തത് ശരിയായില്ല എന്ന് പറയാതിരിക്കുകയോ തെറ്റ് തെറ്റെന്നും ശരി ശരിയെന്നും പറയുകയും ചെയ്ത രണ്ടുപേരാണ് ഇവർ രണ്ടുപേരും. അനുമോൾക്ക് ഈ അവാർഡ് കിട്ടിയതിൽ സത്യത്തിൽ അനുമോളെക്കാളും സന്തോഷം അന്ന് ഡയാനയ്ക്കും ആദ്രയ്ക്കും ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അവാർഡ് ഉണ്ടാകില്ല എന്നാണ് അനുമോൾ വിചാരിച്ചത്. അനുമോൾ അർഹിച്ച അവാർഡ് തന്നെ ഇതെന്നായിരുന്നു വ്ലോഗിൽ ഉണ്ടായിരുന്ന ഡയാന ഹമീദിന്റെ അപ്പോഴത്തെ പ്രതികരണം. അഭിനയത്തോടൊപ്പം തന്നെ മോഡലിംഗിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ സജീവമാണ് ഈ മൂന്ന് പേരും. അനുമോൾ ആണെങ്കിൽ ഇപ്പോൾ ബിഗ് ബോസ് വിജയായി പുറത്തിറങ്ങി കഴിഞ്ഞു. പഠനകാലത്ത് തന്നെ അഭിനയത്തോടും മോഡലിംഗിനോടും വലിയ താല്പര്യമുണ്ടായിരുന്ന അനുമോള് നിരവധി ബ്രാൻഡുകൾക്ക് മോഡലായിട്ടുണ്ട്. തിങ്കൾ മുതൽ വെള്ളി വരെ കല്യാണം, മഹേഷും മാരുതിയും തുടങ്ങിയ സിനിമകളിലും താരം വേഷമിട്ടിരുന്നു. സോഷ്യൽ മീഡിയയിൽ വലിയ ഫാൻ ഫോളോയിങ് ഉള്ള താരം കൂടിയാണ് അനുമോള്. നടിയുടെ ചിത്രങ്ങളും വീഡിയോകളും വളരെ പെട്ടെന്ന് വൈറലാകാറുണ്ട്. ഡയാന ഹമീദും അനുമോളും തമ്മിലുള്ള ഒരു വേറിട്ട സൗഹൃദം എന്ന് പറയുമ്പോൾ സിനിമ സീരിയൽ ഫീൽഡിൽ അങ്ങനെ ഒരു സൗഹൃദ ബന്ധങ്ങളൊക്കെ ഭയങ്കര കുറവാണ്. അതിനിടയിലാണ് ഇവർ തമ്മിൽ ഒരു നല്ലൊരു സൗഹൃദം ഇപ്പോൾ ഉണ്ടാകുന്നതും. ഇപ്പോൾ വ്ളോഗേഴ്സും സീരിയൽ താരങ്ങളും ഒക്കെ ഭയങ്കരമായ അടുപ്പമാണുള്ളത്. പല വ്ളോഗേഴ്സിന്റെയും വീഡിയോയിൽ സീരിയൽ താരങ്ങളും സിനിമാ താരങ്ങളും ഒക്കെ വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവർ തമ്മിൽ വലിയ അടുപ്പങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. ഒരുമിച്ച് അമ്പലങ്ങളിലും ഒരുമിച്ച് യാത്രകളും റിസോർട്ടുകളിലും ഒക്കെ താമസിക്കുന്നതും ഒക്കെ കാണാറുണ്ട്. ആതിര മാധവും ഡയാന ഹമീദും അനുമോളും ഒരു വീട്ടിലെ സഹോദരങ്ങളെ പോലെയാണ്. കാരണം ഇവർ ഒന്നിച്ചങ്ങനെ യാത്രകൾ പോകുന്നതോ അല്ലെങ്കിൽ എപ്പോഴും ഒന്നിച്ചുള്ള ചിത്രങ്ങളൊന്നും ഇടാറില്ലെങ്കിലും ഇവർ ഭയങ്കര നല്ല സൗഹൃദത്തിലുള്ളവരാണ്.